പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഇന്ന് പകൽക്കാലം സ്വാഗതം ചെയ്യുന്നു ഈ നാമത്തിൽ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ച് അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യോസേപ്പിൻ്റെ സ്വപ്നം എന്ന കെണിയാണ്. യോസേപ്പ് ദൈവിക വാഗ്ദത്ത പ്രകാരം ദൈവം യോസേപ്പിനെ കണ്ടതുകൊണ്ട് ദൈവം യോസേപ്പിന് കൊടുത്ത ദർശനത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യോസേപ്പ് അധികം പ്രായമൊന്നുള്ള ഒരു കുട്ടിയല്ലായിരുന്നു. അന്ന് 17 വയസ്സ് മാത്രമേ ഈ കുട്ടിക്കുള്ളായിരുന്നു. ഇവിടെ ഒരു ദിവസം ഈ മറ്റുള്ള സഹോദരന്മാരെല്ലാം കൂടെ ആടിനെ മേയ്ക്കാനായിട്ട് ചില സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. എന്നാൽ ചില ദിവസങ്ങൾ താമസിക്കുന്നത് കണ്ടുകൊണ്ട് പിതാവ് യാക്കോബ് ഈ സഹോദരന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഈ യോസേപ്പിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു സംഗതിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. യോസേപ്പും അല്ലെങ്കിൽ യോസേപ്പിൻ്റെ യാക്കോബിൻ്റെ സന്തതികൾ എങ്ങനെ മിസ്രയീമിൽ പരദേശികളുടെ ഒരു ജാതിയായി എന്ന് യോസേപ്പിൻ്റെ ചരിത്രം നമുക്ക് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ ഈ ഭാഗം പുറപ്പാടിൻ്റെ വിവരണത്തിനായി നമ്മെ ഒരുക്കുക മാത്രമല്ല, തൻ്റെ ദൈവത്തോട് യോസേപ്പ് കാണിച്ച ദൃഢഭക്തിയും വിവിധ മാർഗങ്ങളിലൂടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവം ജീവിതത്തെ സംരക്ഷിക്കുകയും വഴികാട്ടുകയും ചെയ്തതും കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ വിശ്വസ്തത യോസേപ്പ് ദൈവസനിൽ കാണിക്കാനിട ദൈവം കൊടുത്ത വിശ്വസ്തത അല്ലെങ്കിൽ ദൈവം കൊടുത്ത ദർശനങ്ങൾ 37:3 നമ്മൾ ഇപ്രകാരം വായിച്ചു. നിലയങ്കി യോസേപ്പിൻ്റെ സഹോദരന്മാർ ധരിച്ചിരുന്ന മോടിയില്ലാത്ത വസ്ത്രമായിരുന്നു ഈ സഹോദരന്മാർ ധരിച്ചിരുന്നത്. എന്നാൽ യോസേപ്പിന് ഈ പപ്പ അല്ലെങ്കിൽ പിതാവ് നല്ല ഒരു വസ്ത്രമാണ് അത് നെയ്ത് കൊടുത്തത്. അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവർക്ക് മോടിയില്ലാത്ത വസ്ത്രം മേടിച്ച് കൊടുക്കുമ്പോൾ നല്ല മോടിയോടുകൂടെ നല്ല വർണ്ണപ്പകിട്ടുള്ള കുപ്പായമായിരുന്നു ഇവർക്ക്. നല്ലതല്ല, അത് പാദം വരെ എത്തുന്നതായ നല്ലൊരു നെയ്തെടുത്ത നല്ലൊരു വസ്ത്രമായിരുന്നു യോസേപ്പിന് യാക്കോബ് ഉണ്ടാക്കി കൊടുക്കാനിടയായത്, പിതാവ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ദൈവം അത് അവിടെ ഒരു ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ പിതാവ് അവിടെ ഒരു പക്ഷാഭേദം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം സഹോദരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുമാത്രമല്ല, സഹോദരന്മാരുടെ ദുർനടപ്പും സഹോദരന്മാർ ജീവിച്ചതായ ഒത്തിരി കാര്യങ്ങൾ യോസേപ്പ് കുഞ്ഞാണെങ്കിലും അതിന് കണ്ടപ്പോൾ മനസ്സിലായത് പിതാവിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവവും ഈ യോസേപ്പിനുണ്ടായിരുന്നു. എന്ത് തെറ്റ് ചെയ്താലും അത് മറയ്ക്കാനുള്ള കഴിവൊന്നും ഈ യോസേപ്പിനില്ലായിരുന്നു. എന്നാൽ അത് പിതാവിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. പിതാവ് മൂത്ത മക്കളെ ശാസിക്കുകയൊക്കെയും ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ഇവരോട് പകയൊക്കെ ഉണ്ടായിരുന്നത്. ദൈവം കൊടുത്ത ചില സ്വപ്നങ്ങൾ ദൈവം തൻ്റെ ഹിതം അല്ലെങ്കിൽ ഭാവിയിൽ നിവർത്തിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം എല്ലാം യാക്കോബിന് അറിയാമായിരുന്നു. യാക്കോബിനറിയാം ഇതൊരു വാഗ്ദത്ത സന്തതിയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28:10 കാണാൻ കഴിയുന്നുണ്ട് ആ ദർശനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലൊരു ദർശനമായിരുന്നു യോസേപ്പിന് പ്രാപിക്കാനിടയായത്, യോസേപ്പിനെ കാണുവാനിടയായത്. 3 നമ്മൾ കാണും. യോസേപ്പ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു. അത് പാദം വരെയുള്ള നിലയങ്കിയായിരുന്നു. നല്ല വിലപിടിപ്പുള്ള ഒരു നിലയങ്കിയായിരുന്നു. വർണ്ണപ്പകിട്ടുള്ള ഒരു നിലയങ്കിയായിരുന്നു, അല്ലെങ്കിൽ ഒരു വസ്ത്രമായിരുന്നു. അന്നത്തെ കാലത്ത് നെയ്തായിരുന്നല്ലോ
വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അതുപോലെ വിലപിടിപ്പുള്ള ഒരെണ്ണമായിരുന്നു. എന്നാൽ ഈ സഹോദരന്മാർക്ക് അല്ലാത്ത സാധാരണ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ഈ വാർദ്ധക്യത്തിലുള്ള മകൻ ഏറ്റവും കൂടുതലായിട്ട് യോസേപ്പിനെ ഈ യാക്കോബ് സ്നേഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ച് അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ഇവനോട് പകയങ്ങ് കൂടുന്നതല്ലാതെ ഒന്നുമില്ല. ഈ പിതാവ് ഇവനെ കൂടുതൽ സ്നേഹിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ആയിരുന്നു ഈ സഹോദരന്മാർക്ക് ആ സമയത്തുണ്ടായിരുന്നത്. യോസേപ്പ് ഒരു സ്വപ്നം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്, യോസേപ്പ് ഒരു സ്വപ്നം കാണുന്നു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അപ്പോൾ ആ സ്വപ്നം ഈ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് പിന്നെയും അവർ കൂടുതലായിട്ട് ഈ സഹോദരനെ പഹിക്കാനിടയായി. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. ദൈവവിളിയുള്ള യോസേപ്പ് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇത് കാണാതെ മിണ്ടാതെ ഇരുന്നായിരുന്നെങ്കിൽ അവർക്കത്ര യോസേപ്പിന് അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് അധികമായുള്ള ദേഷ്യമുണ്ടായി ഈ യോസേപ്പിനോട്. ഞങ്ങൾ എല്ലാവരും കൂടെ വയലിൽ പോയിരിക്കുന്ന സമയത്ത് എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് നിങ്ങളുടെ കറ്റകൾ നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്, നീ ഞങ്ങളുടെ രാജാവാകും, നീ ഞങ്ങളെ വാഴുമോ, നീ ഞങ്ങളെ ഭരിക്കുമോ? അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. അപ്പോൾ ഇത് കേൾക്കും തോറും ഈ സഹോദരന്മാർക്ക് പക കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ യോസേപ്പിനുള്ളതായ കൂടുതലുണ്ട്. യോസേപ്പ് അവൻ്റെ സഹോദരന്മാരുടെ തൻ്റെ സ്വപ്നം പറയുന്നതിൽ അവക്യതയും നിർവികാര്യതയും കാണിച്ചു. അതിൻ്റെ ഉദ്ദേശം അവൻ്റെ പ്രയാസമേറിയ ഭാവിക്ക് വേണ്ട വെളിപ്പാടും വിശ്വാസവും നിൽക്കുക എന്നതായിരുന്നു. അതല്ലാതെ അവൻ്റെ സഹോദരന്മാർക്ക് മുകളിൽ തന്നെ ഉയർത്തുന്നതിന് ഒരവസരം നൽകുക എന്നതായിരുന്നില്ല. യോസേപ്പിൻ്റെ ധാർമ്മികത അത് പുകഴുവാനോ ഒന്നുമല്ല. ദൈവവിളിയുള്ളതായി യോസേപ്പിന് ദൈവം ദർശനം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നല്ലോ യോസേപ്പ്, അല്ലെങ്കിൽ ദൈവം വിളിച്ചു വേർതിരിച്ചൊരു ദൈവം കണ്ട ഒരു വ്യക്തിയായിരുന്നല്ലോ, ദൈവവേലയ്ക്കും ദൈവ ശുശ്രൂഷയ്ക്കും ഉതകേണ്ട ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ആ നിയോഗം പ്രാപിച്ച യോസേപ്പ് ഒന്നുകൊണ്ട് പുകഴ്ന്നുകൊണ്ടല്ല, ഇവരോട് ഉള്ള കാര്യം സത്യത്തിൽ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ നമുക്ക് 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 11 സഹോദരന്മാരും ഇദ്ദേഹത്തെ അല്ലെങ്കിൽ യോസേപ്പിനെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നം കൂടി കാണാനിടയായി. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പം യാക്കോബിനറിയാം ദൈവവിളിയുള്ള ഒരു വ്യക്തിയാണത്. പിന്നെയും അവനെ കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുപോകുന്ന സ്വപ്നമായിരുന്നു. പിന്നെയും ഈ കണ്ടത് അല്ലെങ്കിൽ ഈ ചെറിയ മനസ്സല്ലേ, 17 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര അറിവൊന്നും ഇല്ലെങ്കിലും അതിങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ വൈരാഗ്യം സഹോദരന്മാർക്ക് ഉണ്ടായി. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിലായി. അപ്പനറിയാം ദൈവവിളിയുള്ള പൈതലാണിത്. പക്ഷേ ഇവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ വധിച്ചു കളയുമെന്നുള്ള കാര്യം നല്ലതുപോലെ അറിയാവുന്ന യാക്കോബാണ്. കാരണം യാക്കോബ് ഈ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് ഈ സഹോദരന്മാർ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, പകയിലൂടെ കടന്നു പോകുന്നു, കെണിയിലൂടെയൊക്കെ കടന്നു പോകുന്നു. അപ്പോൾ വില കൊടുക്കുന്ന ഒരു യോസേപ്പിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വിളിയുള്ള യോസേപ്പിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവ നിയോഗം പ്രാപിച്ച ഒരു യോസേപ്പിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൻ ഈ കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചതാണ് ഈ പകയുടെ എല്ലാം കാരണം. വസ്ത്രം മേടിച്ചു കൊടുത്തതാണ്. ഈ കുട്ടികളെ, മൂത്ത കുട്ടികളെയൊക്കെ കൂടുതൽ ഈ അപ്പൻ ഈ കുട്ടിയെ സ്നേഹിച്ചതൊക്കെ കൊണ്ടാണല്ലോ പ്രൈസ് ദി ലോർഡ് ഇത്രമാത്രം പക അവരുടെ ഹൃദയത്തിൽ ഉണ്ടായെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ ആടുകളെ മേയ്ക്കുവാൻ, അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ യോസേപ്പിനോട്, നിൻ്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുകളെ മേയ്ക്കുന്നുണ്ടല്ലോ,
വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിനെ അവൻ അവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഈ സ്വപ്നം കണ്ട ആ സമയം മുതൽ ആ കുട്ടിക്ക് കഷ്ടകാലം തുടങ്ങുവാനിടയായി. എന്നാൽ ഇവർക്കറിയാം, ഇവർ മടങ്ങി വരാതിരുന്നാൽ ഈ യോസേപ്പിനെ അവിടേക്ക് അയക്കും. അവിടെ അയച്ചു കഴിഞ്ഞാൽ ഇവർ അന്ന് മുതൽ കൂട്ടം കൂടി ആലോചിച്ച് ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തി കളയണം, ഇവനെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ദൈവവിളിയുള്ള ഒരു വ്യക്തി ഒരിക്കലും ആർക്കും നശിപ്പിച്ചു, പക്ഷേ അവർക്ക് ഒരുപാട് പ്രതികൂലങ്ങളും വേദനകളും കാഷ്ടങ്ങളും ഉണ്ടാവുന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. കഷ്ടതയിലൂടെ പുറത്തു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം നമ്മൾ വില കൊടുത്ത് ദൈവസനിൽ കടന്നു വരുവാണെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അതിനുള്ള പോക്കുവഴികളും ഉണ്ടാക്കുമെന്നാണ് ഈ ദൈവവചനം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അവനോട് നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവെന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്തന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ ഇവിടെ ആടുകളെ മേയ്ക്കുന്നുവെന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ ഇവിടെ നിന്ന് പോയി നാം ദോതാനിലേക്ക് പോകുക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോതാനിൽ വെച്ച് അവരെ കണ്ടു. അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവർ അടുത്തു വന്ന് മുമ്പേ അവന് വിരോധമായി ദുരാലോചന കഴിച്ചതായിട്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവനെ എങ്ങനെങ്കിലും വധിക്കണം, ഇവനെ എങ്ങനെ കൊന്നുകളയണം, എങ്ങനെയും നശിപ്പിച്ച് കളയണം. വിളിയുള്ള നിയോഗമുള്ള സ്വർഗീയ വെളിയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പലപ്പോഴും പിശാച് കൂട്ടം കൂടി നശിപ്പിച്ച് കളയണം, ഉന്മൂലനം ചെയ്യണം. അത് ഒരാളല്ല, ഇതൊരു ചെറിയ കുട്ടിയാണ്, ഏറ്റവും ഇളയ കുട്ടിയാണ്. ഇത് 11 പേരും കൂടി എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം ആലോചന ചെയ്ത് കൂട്ടം കൂടിയിരിക്കുന്ന സമയത്താണ് ഇവരുടെ അടുക്കലേക്ക് ദൈവം പിതാവ് പറഞ്ഞതുപോലെ, പിതാവ് ചെയ്തതുപോലെ തന്നെ ദൈവം ഈ യോസേപ്പിനെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മളോർക്കും ഇതൊക്കെ ഒരു ദൈവ നിയോഗമല്ല എന്ന്. ഈ കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഇത്രമാത്രം വരുന്ന എന്താ, ദൈവത്തിൻ്റെ നിയോഗമുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അയച്ചതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയത്, ഈ ഭവനത്തിൽ എന്നെ ജനിപ്പിച്ചത് ദൈവ നിയോഗമല്ല, ഈ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് നിയോഗമല്ലെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ യോസേപ്പിനെ കുറിച്ചുള്ള വിളി ഇതായിരുന്നു. യോസേപ്പ്, ആ വിളിയുള്ള യോസേപ്പ് അതിനെ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി നാം ദോതാനിലേക്ക് പോകുക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അത് 18-ാം വാക്യത്തിൽ അവർ അവനെ ദൂരത്തൊന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ നാം അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. രൂപേൻ അത് കേട്ടിട്ട് നാം അവനെ ജീവഹാനി വരുത്തരുതേ എന്ന് പറഞ്ഞു. അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവനോട് രക്തം ചൊരിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ഒരു കുഴിയിൽ അവനെ ഇടുവിനെന്നൊക്കെ പറഞ്ഞു. എന്നാൽ രൂപേൻ ഒരല്പം ഒരു മനസാക്ഷിയുള്ളൊരു സഹോദരനായിരുന്നു. അതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അവനെ കൊല്ലണ്ട, ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉള്ള കുഴി ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഇട്ട് കളയാം അവരെ. എന്നാൽ രൂപന് മനസാക്ഷിയുള്ളതുകൊണ്ട് രൂപൻ പലതും ചിന്തിച്ചു. എന്നാൽ തിരിച്ച് അപ്പൻ്റെ അടുക്കൽ ഇവർ കാണാതെ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്നുള്ളൊരു മനസാക്ഷിയുള്ളൊരു മനുഷ്യനായിരുന്നു. നാളെ ഇവരെല്ലാവരോടും കൂടെ ചേർന്ന് ഇടുവിന്. യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്തൊരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗിലിയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടക്കപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിയരുടെ യാത്രക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ അവർക്കെല്ലാം അനുകൂലമായി. പൊട്ടക്കുഴി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുപ്പിച്ചില്ലും അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും, പാറക്കഷ്ണങ്ങളും കല്ലുകളും മുള്ളുകളും കുഴികളും നിറഞ്ഞ് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയാകുമ്പോൾ അതിനകത്ത് അന്യ ജീവികൾ കാണും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏഴജാതികളൊക്കെയും കാണും. എന്നാൽ
ഈ പൊടിക്കുഞ്ഞിനെ എടുത്ത് അതിനകത്തോട്ട് എറിയുവാനിടയെ ദേഹം മുഴുവൻ ആ സകലം മുറിഞ്ഞ് ആ കുഞ്ഞിനെ സഹായിപ്പാൻ ആരുമില്ല. സ്വന്തം പിതാവ് കൂടെയില്ല, അമ്മ കൂടെയില്ല, സഹോദരങ്ങളാരുമില്ല. സഹോദരന്മാർ ഭിന്നിപ്പിച്ച് ദോഷം ചെയ്ത് ഈ കുഞ്ഞിനെ എടുത്ത് അതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുണ്ടാകുന്ന ദുഃഖം നോക്ക്. ഈ പരീക്ഷണത്തിൽ കൂടി ഇവൻ കടന്നുപോയി. ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമായിരുന്നു എന്ന് നമുക്ക് പിൽക്കാലത്ത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തന്നെയാണ് ദോതാനിലേക്ക് വഴി കാട്ടിക്കൊടുത്തു. ദൈവത്തിൻ്റെ ദൂതനായിരുന്നുവല്ലോ. ഓ റീമനഘടകൽ പ്രൗഢലാദികൾ ക്ഷലഘടകല സന്തൽ കടകലാദി. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. അവർ ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നു. ഈ കുട്ടി ചുമന്നുകൊണ്ട് ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നതെന്ന് പോലും അവർക്കൊരു യാതൊരു മനസ്സലവുമില്ലാതെ ഈ പൈതലിനോട് അങ്ങനെ പെരുമാറാൻ. അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരുടെ നാമം നമ്മുടെ സഹോദരനെ കൊന്നവൻ്റെ രക്തം മറിച്ചിട്ട് എന്തുപകാരം വരുവിന്ന. അപ്പോൾ രൂപേൻ പറഞ്ഞു ഇവനെ കുഴിയിലിട്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ യഹൂദ പറഞ്ഞു ഇവനെ നമുക്ക് എന്തിനാണ് കൊല്ലുന്നത്, വരുവിൻ നാം അവനെ ഇസ്മായിലിയർക്ക് വിൽക്കുക. അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇസ്മായിലിയർക്ക് വിൽക്കുക, നാം അവൻ്റെ മേൽ കൈവയ്ക്കരുതേ, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ എല്ലാവർക്കും സമ്മതമായിരുന്നു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഒക്കെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ദൈവിക ആലോചന പറഞ്ഞു കൊടുത്തോണ്ടായിരുന്നല്ലോ ദോതാനിലേക്ക് ഈ യോസെഫിനെ അയക്കുവാനിടയായത്. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കരുതൽ, ഒരു പദ്ധതിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പിൽക്കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. 45-ാം അധ്യായം കടന്നു വരുമ്പോൾ അവിടെ ദൈവം ഒരു 10-17 വർഷത്തിന് മുന്നേ ദൈവം അയച്ച ദൈവത്തിൻ്റെ പദ്ധതി അവിടെ ചെയ്തെടുക്കാനാണ്. അവിടെ ചെന്നപ്പോഴും ആ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് അവനെ വിട്ടു. അതിനുശേഷം ഇവരുടെ ഒരു മൃഗത്തെ പിടിച്ച് കൊന്നതിന് ശേഷം അതിൻ്റെ ആ വസ്ത്രം വരെ ഊരിയെടുത്ത് ആ കുട്ടിക്ക് കൊടുത്ത വസ്ത്രം പോലും ഇവർ കൊടുത്തില്ല. അതും പറിച്ചുരിഞ്ഞു കളഞ്ഞു. അതും ഊരിയിട്ട് പിതാവിനെ കൊണ്ട് പ്രൂഫ് കാണിക്കണമല്ലോ. അങ്ങനെ കൊണ്ടുപോയി അതും അവിടെ കൊടുത്തതിന് ശേഷം പിതാവ് യാക്കോബ് വസ്ത്രം കീറി അരയിൽ 8 ചീല ചുറ്റി ഏറിയ നാൾ മകനെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്നു. പിതാവ് ഓർത്ത് ദൈവമേ ചെയ്തത് തെറ്റായിപ്പോയല്ലോ, കുട്ടി അയക്കേണ്ടില്ലല്ലോ എന്നൊക്കെയും ചിന്തിച്ച് ഒരുപാട് കരയുവാനിടയായി. സ്വന്തം പിതാവല്ലേ കരഞ്ഞു പിതാവ് കരയാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി സ്വന്തം കുഞ്ഞിനെ ഓർത്ത്. അത് ഇങ്ങനെ മൃഗം കൊന്നതാണെന്നുള്ള കാര്യം പിതാവിനെ അവർ വിശ്വസിപ്പിച്ചു. പക്ഷേ പിതാവിന് നല്ലതുപോലെ ഒന്നും വിശ്വസിക്കാനിടയായില്ല. കാരണം ഇവർ വധിച്ചതാണോ, ജീവനോടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം പിതാവിനുണ്ടായിരുന്നുവെങ്കിലും പിൽക്കാലങ്ങളിലെ പിതാവ് സന്തോഷിക്കാനിടയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവം പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് മിസ്രൈമിലേക്ക് അല്ലെങ്കിൽ സാമ്പ്രാണി വിൽക്കാൻ കൊണ്ടുവന്ന ആൾക്കാർ ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായിലിയരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇസ്മായിലിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്രഹാമിൻ്റെ വർഗത്തിലുള്ളതാണ്, ഉള്ള കൂട്ടത്തിലെ വർഗത്തിലുള്ളതാണ്. അവർ വിൽപ്പനയ്ക്കായിട്ട് ഇങ്ങനെ കിടന്ന ഈ കുട്ടിയെ കുറച്ച് പൈസ മേടിച്ചിട്ട് അതിനെ വിൽക്കുവാനിടെ 20 വെള്ളിക്കാശിന് വിറ്റു. 28 മിദ്യാനി കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായിലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഇത് കാണാം. ഇത് ദൈവത്തിൻ്റെ ഒരു പകർപ്പ് പോലെ യേശു ക്രിസ്തു അനുഭവിച്ച പോലുള്ള കഷ്ടതയും അതുപോലെയാണല്ലോ നമുക്കിത് കാണാൻ കഴിയും. അങ്ങനൊരു മുഖചരിത്രമാണല്ലോ ഇതിന് കാണാൻ കഴിയുന്ന ഒരു മുഖച്ചായ ഇതിനകത്തുണ്ടല്ലോ. യോസേഫ് അതേപോലെ അനുഭവിച്ച് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പ്രായം തികയുന്നതിന് മുമ്പേ അറിവില്ലാത്ത സമയത്ത് അനേക അനുഭവങ്ങൾ അനുഭവിച്ച് ഇവർ കൊണ്ടുപോയി പൊത്തിപ്പേറിന് വിൽക്കുവാനിടയായി. പൊത്തിപ്പേർ ഒരു അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് വിറ്റ് പണി. എന്നാൽ അവിടെ ചെന്നിട്ട് ഹിതപ്രകാരം ദൈവം ചിലത് അവനെക്കുറിച്ച് ചെയ്യുവാൻ ആഗ്രഹിച്ചു. എല്ലാവരും അവനെ അതിനുശേഷമായിട്ട് യാക്കോബിനെ ആശ്വസിപ്പിക്കാൻ ആരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിലും ആശ്വാസം കൈക്കൊള്ളാൻ യാക്കോബിന് കഴിഞ്ഞില്ല. എന്നാൽ മിസ്രൈമിൽ ചെന്ന് പിന്നെയും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലല്ലേ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയെങ്കിലും രാജകൊട്ടാരത്തിൽ വെച്ച് അനേക കഷ്ടങ്ങൾ അനുഭവിച്ചു. പൊത്തിപ്പേറിൻ്റെ ഭാര്യ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയും ഈ സഹോദരനോട് ചെയ്യുവാനിടയായി, ഈ മോനോട് ചെയ്യാനിടയായി. അങ്ങനെ അനേക കഷ്ടങ്ങൾ അനുഭവിച്ച് ഒരു ദർശനത്തിന് വേണ്ടി സ്വപ്നം കണ്ടതിന് ഇതെല്ലാം മുഖാന്തരമായത് സ്വപ്നം കണ്ടതാണ് യോസേഫ്. പ്രിയ ദൈവജനമേ, സ്വപ്നം കാണുന്നവർക്ക് ഒത്തിരി പ്രതികൂലമുണ്ട്.
ദർശനം പ്രാപിക്കുന്നവർക്ക് ഒത്തിരി പ്രതികൂലമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. എല്ലാം സഹിച്ച് യോസേഫ് അവിടെ നിന്ന് അതിനുശേഷം പിന്നെ കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ നീണ്ട 13 വർഷക്കാലം കഷ്ടത അനുഭവിച്ചെന്നാൽ പാനപാത്രവാഹൻ എന്നോട് പറഞ്ഞ്, എന്നാൽ അവരും കൈവെടിഞ്ഞു, എല്ലാ മനുഷ്യരും കൈവെടിഞ്ഞു. അവസാനം അതിൻ്റെ മേലധികാരിയായി, ജയിലിൻ്റെ മേലധികാരിയായിരിക്കുന്ന ആ വ്യക്തിക്ക് കരുണ തോന്നിയിട്ട് ആ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ ദൈവിക ആലോചന അവിടെ നിറവേറുമായിരുന്നു. അവിടെ വെച്ച് ദൈവം യോസേഫിനെ ഏറ്റവും വലിയ നാമത്തിൽ ഉയർത്തി പുറത്തു കൊണ്ടുവരാനിടയായി. സ്വപ്നങ്ങളും ദർശനങ്ങളും പ്രാപിച്ച യോസേഫ് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജയിലറയിൽ കഴിഞ്ഞു. താടിയും മുടിയും മീശയെല്ലാം വളർന്നു, ആരും സഹായിക്കാനില്ല. എന്നാൽ പിന്നെ ഒരു ജയിൽ പ്രമാണിയായിട്ട് തീരുവാനിടയിൽ അവിടെ വെച്ച് ദൈവം ഇവിടെ ഉയർത്തി മാനിച്ചു. ദൈവത്തിൻ്റെ കരം പാനപാത്രകാരൻ മറന്നുപോയി. ജനങ്ങളെല്ലാം മറന്നിട്ടും യോസേഫിനെ ദൈവം ഇവിടെ വെച്ച് മാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനൊരു മാനപാത്രമാക്കി ദൈവം മാറ്റിയെടുക്കുന്നതായിട്ട് നമുക്കിവിടെ അധികമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം ജയിലിലായിരുന്നാലും ഇപ്പോൾ വിളിയുള്ള യോസേഫ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട യോസേഫ്, നിയോഗം പ്രാപിച്ച യോസേഫ്, അപ്പോൾ അകത്ത് ദൈവകൃപ പ്രാപിച്ച യോസേഫ്, അല്ലെങ്കിൽ വേദനയിലൂടെ കടന്നുപോയ സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ യോസേഫ്. അപ്പൻ്റെ ഉടുപ്പായിരുന്നു, അപ്പൻ നെയ്ത് കൊടുത്ത ഉടുപ്പായിരുന്നു ഇതിനെല്ലാം കാരണം. അതുമാത്രമല്ല, അപ്പൻ കൂടുതൽ സ്നേഹിച്ചതായിരുന്നു യോസേഫിന് ഇതിനെല്ലാം കാരണം. പിന്നെ അത് മാത്രമല്ല, ദർശനങ്ങൾ കണ്ടതായിരുന്നു യോസേഫിന് ഇത്രമാത്രം കെണിയായതും. അപ്പനാൽ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന അനുഭവം കടന്നു വന്നപ്പോഴും അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ദൈവം കുഴിയിൽ നിന്ന് കയറ്റി ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വിറ്റ് പുത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് പോയി. അതിന് ശേഷമായിട്ട് യോസേഫിനോട് രാജാവ് പറയുന്നുണ്ട്, നീ എല്ലാത്തിനും സർവ്വത്തിനും ഞാൻ നിന്നെ അധികാരിയാക്കി വെച്ചിരിക്കുന്നു. സിംഹാസനങ്ങളുടെ മാത്രം ഞാൻ രാജാവാണ്, ബാക്കിയുള്ള അധികാരവും നിനക്ക് തരുന്നു. എന്തെല്ലാം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അവിടെയൊക്കെയും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. സമയം തെറ്റിയാലും വരും നിശ്ചയം. അതിനുവേണ്ടി നാം ദിവസങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോരും. നമുക്കൊരു വഴി ദൈവം തുറന്നു കഴിഞ്ഞാൽ അത് ശത്രുവിന് അടയ്ക്കാൻ കഴിയത്തില്ല, സഹോദരന്മാർക്ക് അടയ്ക്കാൻ കഴിയത്തില്ല, മാതാവിന് അടയ്ക്കാൻ പറ്റത്തില്ല, പിതാവിന് അടയ്ക്കാൻ പറ്റത്തില്ല, ചുറ്റുപാടവർക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, നമ്മുടെ കൂടെയുള്ള കൂട്ടുവിശ്വാസികൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. വിളിയുള്ള യോസേഫിന്, തിരഞ്ഞെടുക്കപ്പെട്ട യോസേഫിന്, നിയോഗം പ്രാപിച്ച യോസേഫിന് വേദനയോടെ കടന്നു പോയെങ്കിലും അവിടേക്കും ദൈവം പരിപാലിച്ചു. പാദം വരെയുള്ള ഉടുപ്പ് ഇത്രമാത്രം കെണിയാകുമെന്ന് ഒരിക്കലും യാക്കോബ് വിചാരിച്ചില്ല, യോസേഫ് വിചാരിച്ചില്ല. സ്വപ്നവും ദർശനവും ഇതുപോലൊരു കെണിയാകുമെന്ന് യോസേഫും വിചാരിച്ചില്ല, യാക്കോബും വിചാരിച്ചില്ല, ആരും വിചാരിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഇവിടെ വെളിപ്പെടുത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കുറിവാക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥനിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവസ്ഥലോട് അപ്പൻ യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവനുണ്ടാക്കി കൊടുത്തു. നിലയങ്കിയുടെ കാര്യം നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. നിലയങ്കി ധരിച്ചതുകൊണ്ടും പ്രത്യേകമായി ഈ മകനോട് സ്നേഹമുള്ളതുകൊണ്ടും അല്ല, പക്ഷാഭേദം പിതാവ് കാണിച്ചതുകൊണ്ടും യോസേഫ് അനുഭവിക്കേണ്ടി വന്ന കെണികളെ സ്വപ്നം കണ്ടതുകൊണ്ടും ദർശനം പ്രാപിച്ചതുകൊണ്ടും ദൈവിക ആലോചന പ്രാപിച്ചതുകൊണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു യോസേഫിനെ കുറിച്ച് നമ്മൾ ഏറെ പഠിക്കുവാനിടയായല്ലോ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളെയും കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരും ഒരു പ്രാവശ്യം കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.